മറന്നുപോയി, വെള്ളം കൂടി പിന്നെ തീരെയില്ല. അപ്പോൾ മെനയാന്ന് തൊട്ടാണ് പിന്നെയും വെള്ളം കുടിച്ച് തുടങ്ങിയത്. അതും ഇത്രയും കുരു വന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രം എഗെയിൻ നന്നായിട്ട് വെള്ളം കുടിച്ച് ഇപ്പോൾ വെള്ളം കുടിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മരുന്ന് കഴിച്ചില്ല രാവിലത്തെ. എനിക്ക് രാവിലെ ഒരു മെഡിസിൻ ഉണ്ട്, അത് വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കണം മറന്നുപോയി. അപ്പോൾ പറഞ്ഞു വന്ന് അടുത്ത് നമുക്ക് പറയാം മെഡിസിനെ പറ്റി. ബ്രോ, നമുക്ക് ആദ്യത്തെ 7 days അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിക്ക് മെഡിസിൻ ഉണ്ട്. അത് 1 സ്വെല്ലിങ് കുറയ്ക്കാനുള്ള മെഡിസിനാണ്, 2 ആൻറ്റിബയോട്ടിക്കാണ്, 3 ഇത് വൂൺസ് ഉറങ്ങാനും അങ്ങനെയൊക്കെയുള്ള ആൻറ്റിബയോട്ടിക്സാണ്. അപ്പോൾ അതെല്ലാം പ്രോപ്പറായിട്ട് എടുത്ത് തന്നെ പോകും. അതിൽ നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കണ്ടെന്ന് എൻ്റെ അഭിപ്രായം. കാര്യം ഒരു 7 ദിവസത്തെ കാര്യമാണ്. നമ്മളെന്തായാലും ഇത്രയും സർജറിയൊക്കെ ചെയ്ത് ഇത്രയും വേദന സഹിച്ച് ഇത്രയും ഒരു ദൂര സ്ഥലത്തെല്ലാം പോയി എല്ലാം ചെയ്തിട്ട് പിന്നെ ഇനി നമ്മുടെ കിഡ്നിക്ക് ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വെച്ചിട്ട് മരുന്ന് കഴിക്കാതിരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. സോ മരുന്ന് കഴിക്കുക, തരുന്ന മരുന്ന് പ്രോപ്പറായിട്ട് എഴുതി വെച്ച് കഴിക്കുക. ഞാൻ നീറ്റായിട്ട് ഞാൻ എഴുതി വെച്ച് ഞാൻ ജസ്റ്റ് പിന്നെ കാണിക്കാം. ഞാനൊരു ബുക്കിൽ അത് അവർ നമുക്ക് ഇത് നോക്കി കഴിക്കാനായിട്ട് ഒരു സ്ലിപ്പ് തരും, പേപ്പർ തരും. ആ പേപ്പറിൽ വ്യക്തമായിട്ട് മരുന്നിൻ്റെ പേര് ബിഫോർ ഫുഡാണോ ആഫ്റ്റർ ഫുഡാണോ എന്നെല്ലാം വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സോ നമുക്ക്